ഇപ്പോൾ നമ്മോടൊപ്പം ഡിവൈഎഫ്ഐ നേതാവ് വി കെ സനോജ് കൂടി ചേരുന്നുണ്ട്. ശ്രീ വി കെ സനോജ്, സൂംബ എന്നത് കേവലമായൊരു വ്യായാമം മാത്രമാണ്. ലോകത്തിലാകമാനം സംഗീതത്തെ വ്യായാമവുമായി കൂട്ടിച്ചേർത്തുള്ള ഒരു പ്രത്യേക പാക്കേജ്. ഇതിനകത്ത് ഒരു മതമോ ജാതിയോ വംശമോ വർഗമോ ഒന്നുമില്ല. ഈ ഒരു ഡാൻസിനെ വളരെ ചെറിയൊരു വിഭാഗം ബോധപൂർവം ഇതിനെതിരായി നീക്കം നടത്തുകയാണ്. പക്ഷേ സർക്കാർ അതിൽ വഴങ്ങില്ല. സർക്കാർ കൃത്യമായി അതിൻ്റെ നിലപാടുമായി മുമ്പോട്ട് പോകുന്നത്. അതാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിയിക്കുന്നത്. യുവതയുടെ നിലപാടുണ്ട്. വി കെ സനോജ്. തീർച്ചയായും സർക്കാർ എടുത്ത നിലപാടിന് പൂർണ്ണ പിന്തുണയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. കാരണം ഇത് ഏതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെട്ട വിശ്വാസ പ്രമാണങ്ങളെയോ ഒരു തരത്തിലും വ്രണപ്പെടുത്തുന്ന ഒരു കാര്യമേ അല്ല. ലോകത്താകെ 100-ൽ കൂടുതൽ രാജ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത്തരം പരിശീലനങ്ങളെല്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പം അവതരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ഗവൺമെന്റും കേരളം മൊത്തത്തിൽ ലഹരിക്കെതിരായിട്ടുള്ള വലിയൊരു സമരമുഖത്താണ് ഉള്ളത്. അപ്പൊ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ജനകീയ യുദ്ധമുഖത്ത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത്തരം ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാക്കണം എന്നാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികളുടെ കായികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി വിവിധ കാര്യങ്ങളെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം ഒരു പരിപാടിയെക്കുറിച്ച് സർക്കാരിന്റെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുന്നത്. അത് മാത്രമല്ല, സർക്കാർ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇതിൽ കേന്ദ്രീകരിച്ച് മാത്രം നടത്തിയ ഒരു ആലോചനയല്ലല്ലോ. അപ്പൊ വളരെ വിപുലമായ നിലയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചു ചേർക്കുകയും വിവിധ വിഭാഗം ആളുകൾ അതിനകത്ത് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞ ഒരു ആശയം, കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ലഹരി വിരുദ്ധ പരിപാടിയുടെ ഭാഗമായിട്ട്. അതിന്റെ ഭാഗമായി ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് ഈ സൂംബ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഇതിനെ എന്തിനാണ് ഇത്രമാത്രം വലിയ ഒരു മതപ്രശ്നമായി മാറ്റുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇപ്പൊ കേരളത്തിൽ എല്ലാ കാര്യത്തിലും ഇങ്ങനെ മതപരമായ വികാരം കുത്തി കലർത്തി വർഗീയത പടർത്തുന്ന എല്ലാ ദുഷ്ടശക്തികൾക്കെതിരായിട്ടും നമുക്ക് ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. കേരളം ഇത്തരം ദുഷ്ടശക്തികൾക്ക് മുന്നിൽ, ഇത്തരം വർഗീയ ശക്തികൾക്ക് മുന്നിൽ കീഴ്പ്പെടില്ല എന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു സന്ദർഭമാണ്. തീർച്ചയായും അത് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. കാരണം ഈ ന്യൂനപക്ഷ വർഗീയതയാണ് ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ചാലാകുന്നത് അല്ലെങ്കിൽ ഊർജ്ജമാകുന്നത്, തിരിച്ചും. അപ്പോൾ സ്വാഭാവികമായും ഇവർ തമ്മിൽ അടിത്തട്ടിൽ അത്തരത്തിൽ ഒരു കൊളാബറേഷൻ ഉണ്ട് എന്ന് സാമൂഹികമായി നമുക്ക് സംശയിക്കാം. കാരണം പരസ്പര പൂരകങ്ങളാണ്. ഇവിടെയും ഇത് തന്നെയാണ്. അതെ, ഈ വർഗീയതയെല്ലാം പരസ്പരം സഹായിച്ച് മാത്രം വളരുന്ന ഒന്നാണ്. ഇപ്പൊ RSSന് വളരാൻ ആവശ്യമായ ഒരു വളമിട്ട് കൊടുക്കുന്ന പരിപാടിയാണ് ഈ പ്രചരണങ്ങൾ. സ്വാഭാവികമായിട്ടും RSS രാജ്യത്ത് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ജാനകിയുടെ പേരുള്ള സിനിമ, ഒരു കഥാപാത്രത്തിന് ഒരു സിനിമയിൽ ഒരു പേര് ഇട്ടപ്പോ അത് സെൻസർ ബോർഡ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി ഉൾപ്പെടെ അഭിനയിച്ച സിനിമ പോലും തടഞ്ഞു വെക്കുന്നു എന്നതാണ് ഇതിന്റെ എല്ലാം ആഴം മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവർക്ക് കൃത്യമായ ഒരു അജണ്ടയുണ്ട്. അപ്പൊ എല്ലാത്തിലും മതം കൊണ്ടുവരികയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പേരുകൾക്ക് ഇന്നലെ ഒരു സംവിധായകൻ പറയുന്നത് കേട്ടത്, ഇനിയിപ്പോ പേര് കൊടുക്കാൻ പറ്റില്ലല്ലോ സിനിമയിൽ, കാരണം മിക്കവാറും പേരുകളെല്ലാം ദൈവവുമായി ബന്ധപ്പെട്ട പേരുകളാണ്. അപ്പൊ അത്തരം പേരുകൾ കൊടുക്കുന്നതിന് പകരം ഇപ്പൊ നമ്പർ കൊടുക്കേണ്ടി വരില്ലേ എന്ന് ഈ സാംസ്കാരിക കേരളത്തിൽ ഈ കാലത്ത് ചോദിക്കേണ്ടി വരികയാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ നാണക്കേടല്ലേ? നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള സമരങ്ങളും എന്തെല്ലാം തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടാണ് കേരളം ഈ രൂപത്തിലേക്ക് വന്നത്. ഇപ്പൊ കേരളത്തെ ഈ കാലത്തിൽ നിന്ന് ഈ പ്രാകൃത കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള നീക്കമാണ് ഒരു ഭാഗത്ത് സംഘപരിവാർ നടത്തുന്നത്. അത്തരം വാദങ്ങൾ കാക്കം കൂട്ടുന്ന, അവരെ സഹായിക്കുന്ന നിലപാടാണ് ചില സംഘടനകൾ ഇപ്പോൾ കേരളത്തിൽ നടത്തിക്കൊള്ളുന്നത്. അതാണ് സുംബ വിവാഹത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഇത് വളരെ ബോധപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളാണ്. ഈ രണ്ട് വർഗീയതയും ചെറുത്ത് പരാജയപ്പെടുത്തേണ്ടതുണ്ട്. കേരളത്തിന്റെ മതനിരപേക്ഷ അന്തരീക്ഷം എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട മാത്രം പ്രശ്നമല്ല. ഇത് സർക്കാരിനെതിരായ രണ്ട് വർത്താനം പറയാൻ കിട്ടുന്ന അവസരമായിട്ട് ചില ആളുകൾ ഇതിനെ ഉപയോഗിക്കുകയാണ്. അപ്പൊ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും എല്ലാം ഈ അപകടം തിരിച്ചറിഞ്ഞ് ഇതില് ശരിയായ നിലപാട് സ്വീകരിക്കണം എന്നുകൂടി ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. തീർച്ചയായും ഇതിനെതിരെ വളരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. അതാണ് യുവത മുമ്പോട്ട് വെക്കുന്നത്, ഡിവൈഎഫ്ഐ മുമ്പോട്ട് വെക്കുന്നത്. സർക്കാരിന് പൂർണ്ണ പിന്തുണ ഈ വിഷയത്തിൽ നൽകുകയുമാണ് ഡിവൈഎഫ്ഐ. വി കെ സനോജ്.